കൊല്ലും. ഇന്റെ മോനെ കൊല്ലാൻ നിൽക്കുന്ന ആനെ നമ്മൾ കൊല്ലും കൊല്ലും. അടുക്കല്ലുമ്മ അടുക്കല്ലേ, എന്റെ പൊന്നുമ്മ അടുക്കല്ലേ, ആന കൊല്ലും. അല്ലോ മോനെ അല്ലോ ഉമ്മ, എന്റെ പൊന്നുമ്മ അടുക്കല്ലേ. പിടിച്ചോടി അല്ലോ ഉമ്മ, ഉമ്മ ഇങ്ങോട്ട് അടുക്കല്ലേ. പിത്താച്ചോ പിടിച്ചോളി പിടിച്ചോളി പിത്താച്ചോ. അല്ലാ പടച്ചോനെ, അൽഹംദുലില്ല. ഉമ്മ എന്നാലും നമ്മളെ തലയിലെഴുത്ത് ഇങ്ങനെയായിപ്പോയി. ഞാനിനി എത്ര പേരെയാ കൊല്ലുക? കഷ്ടമായി. വീഡിയോകൾ തുറക്കാത്ത കാരണം കുട്ടികൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ പോലും നിവർത്തിയില്ലെന്ന്. ഇനി ഭയം വേണ്ട. ഒന്ന് മാറി, ഈ പരസ്യം ഒന്ന് കേട്ടോ. ഇന്ന് രാവിലെ വന്ന പരസ്യ. ഓം ഗജവീര പരാക്രമ ദുഃഖിതനായ മുല്ലപ്രമണിക്കൽ നീലകണ്ഠൻ നമ്പൂരി തെര്യപ്പെടുത്തുന്നത്. എങ്ങനെയിരിക്കുന്നു പ്രയോഗം? എന്റെ മതവിഹ്വലനും മരണകാരികനുമായ ഗോപീനാമധാരിയായ കുംഭീപ്രവരനെ തളയ്ക്കുന്ന ഏതൊരു ഹസ്തിശാസ്ത്ര വിദഗ്ധനും 5000 ഉറുപ്പിക പാരിതോഷികമായി നൽകപ്പെടുന്നതാണ്. ആരുടെയാ വരികൾ ഒന്ന് ഊഹിക്കൂ. ഓ, കാളിദാസന്റെ ആയിരിക്കും? അല്ല. ധന്വന്തരിയുടെ ആയിരിക്കും? അതുമല്ല, ഈ അപ്പുണ്ണിക്കമ്മയുടെ രചനയാണ്. ആനെ തളയ്ക്കുന്നവന് 5000 രൂപ കൊടുക്കുന്ന പരസ്യം ഇട്ടാ പോലെയായിരുന്നു. ഈ സാഹിത്യമൊക്കെ വേണമായിരുന്നു. സ്വല്പം രുചി വേണം, അഭിരുചി വേണം, സാഹിത്യാഭിരുചി വേണം. നിരക്ഷര കുട്ടികള് ആനയുണ്ട് സൂക്ഷിച്ചു പോണേ. ആരാത്? ഈ മുല്ലപ്രമണി എവിടെയാ? പരസ്യം കണ്ടിട്ട് വന്നതാണോ? അതെ. എന്റെ പിന്നെ ഈ 5000 രൂപ ഉദ്ദേശിച്ച് വെറുതെ പ്രാണം നഷ്ടപ്പെടുത്തരുത്. എനിക്കിതൊക്കെ പുല്ല. ഗുരുവായൂർ കേശവനെ എലപ്പള്ളി രാഘവനെയൊക്കെ തളച്ചവനായി കൃഷ്ണൻകുട്ടി. എന്റെ വഴിയൊരു പറഞ്ഞാൽ മതി. ഓഹോ, ആ ചാത്തൻകോവിലിന്റെ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട്. ഭഗവാനെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിക്കോളുണ്ടോ? ഗോപി ചതിക്കില്ല. എന്നാലും കൃഷ്ണൻകുട്ടി സൂക്ഷിച്ചോളൂ കേട്ടോ.
കഞ്ഞി വിളമ്പി വെച്ചിട്ട് എത്ര നേരായി? കുടിക്കൂ, ചൂടാറും. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. കൃഷ്ണൻകുട്ടിയല്ല ദേവേന്ദ്രൻ വന്നാലും അവനെ തളയ്ക്കാൻ നോക്കി. ആരെങ്കിലും അവനെ തളയ്ക്കുന്നെങ്കിൽ അത് ഞാനായിരിക്കും. എനിക്ക് അവനെ തളയ്ക്കാൻ സാധിച്ചില്ലേ, പിന്നെ ആർക്കും അവനെ തളയ്ക്കാൻ സാധിക്കില്ല. ചതിച്ചു ശങ്കരൻ നായരെ, ചതിച്ചുട്ടോ. എന്ത്? ജില്ലാ കളക്ടറെ ഉത്തരവിട്ടിരിക്കണു ഗോപിയെ വെടിവെക്കാൻ. ഇല്ല, എന്റെ മോനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ ഗോപിയെ വെടിവെക്കാൻ ഞാൻ കൊടുക്കില്ല. അവനെ ഞാൻ തളയ്ക്കും, അവനെ ഞാൻ തളയ്ക്കും. ഇല്ല, എന്റെ മോനെ ഞാൻ കൊടുക്കില്ല, എന്റെ മോനെ ഞാൻ കൊടുക്കില്ല. അയ്യോ എന്റെ അമ്മ ടൈലറാ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. രക്ഷിക്കും. തിരുമേനിക്ക് അവിടുത്തെ ഒരു അപേക്ഷയുണ്ട്. ഗോപി എന്റെ മോനാണ്, അവനെ വെടിവെച്ച് കൊല്ലരുത്. ഞാൻ നിസ്സഹായനാണ് തിരുമേനി. നാട്ടുകാർക്ക് ഇവിടെ ജീവിക്കേണ്ടേ? സ്കൂൾ പൂട്ടിയിട്ട് ആഴ്ച 2 ഹോം മിനിസ്റ്റർ ഇന്നലെ പ്രത്യേകം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇനി താമസിക്കാൻ വയ്യ. കാല് പിടിക്കാം. അരുത് തമ്പുരാനെ, ദൈവഹിതം നടക്കണം. എല്ലാ പോലീസുകാരും ഒരുമിച്ച് വെടിവെച്ചില്ലെങ്കിൽ ആന വിരണ്ടോടാനിടയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. യെസ് സർ. സെക്ഷൻ കമാൻഡർ ഓപ്പൺ ഫയർ. ഫയറിംഗ് പാർട്ടി സ്റ്റാൻഡിംഗ് ലോഡ്. ഫയറിംഗ് പാർട്ടി പ്രസന്റ്. ഈ ആന ഞാൻ തളയ്ക്കാം. വെടിവെക്കരുത്. ഈ ആന ഞാൻ തളയ്ക്കാം. ഗോപിയെ ഞാൻ തളയ്ക്കാം. നിങ്ങളുടെ പേര്? കേശവൻ. കേശവൻ എന്റെ ഗോപിയെ തളയ്ക്കും. അവിടുന്ന് ഒന്ന് സമ്മതിക്കണം. ഒരു മിണ്ടാപ്രാണിയെ രക്ഷിക്കാമെന്ന് കരുതി. ഒരു മിണ്ടുന്ന പ്രാണി കൂടി. എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ എന്തിനും തയ്യാറായിട്ട് വന്നവനാണ്. ഇവിടുന്ന് ഒരു സമ്മതം തന്നാൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. അവിടുന്ന് ഒന്ന് ദയ കാണിക്കണം. സ്റ്റോപ്പ് ഫയറിംഗ്. സീസ് ഫയർ. ഫയറിംഗ് പാർട്ടി സീസ് ഫയർ. അൺലോഡ്. ഭഗവാനെ ശ്രീരാമചന്ദ്ര. ശരി, അരമണിക്കൂർ സമയം തരാം. ദൈവസഹായം ഉണ്ടെങ്കിൽ അരമണിക്കൂറിന് ഞാൻ ഗോപിയെ തളയ്ക്കും.
എന്നെ തെറ്റിദ്ധരിക്കരുത്. ണ്ടല്ലോ വയ്യവിടെ ആനസിറ്റാണ് ആനസിറ്റാണ് എന്റെ സന്തോഷം തീരില്ലാത്തോളൂ. മിടുക്കൻ. നിങ്ങൾ ഈ ഗ്രാമത്തെ രക്ഷിച്ചു. തിരുമേനിയുടെ ആനയെയും അഭിനന്ദനങ്ങൾ. കുറച്ച് വെള്ളം എടുത്തോ, കുറച്ച് വെള്ളം കിട്ടും. ഇനി പേടിക്കണ്ട, പേടിക്കണ്ട കേട്ടോ. ചെറുപ്പം പേടിച്ചു. സാരില്ല, സാരില്ല തന്നെ. ബാപ്പ അവിടെ കിടക്കണ പോലെ മയ്യത്ത് പോലെ എന്റെ പൊന്നാരി മോനെ. ഇനി പേടിക്കണ്ട. മോനെ വാൻ എനിക്ക് പേടിച്ചു. എനിക്ക് സന്തോഷായി കേശവ. കേശവൻ സമ്മതിച്ചിരിക്കണം ഗോപിയുടെ പാപ്പാനായി കൊള്ളാമെന്ന്. കേശവനെ എനിക്ക് ഇക്ഷ പിടിച്ചെടുക്കണു. കേശവനി എങ്ങും പോണ്ട, ഗോപിയെ നോക്കി ഇവിടെ നിന്നാ മതി. എന്താ വേണ്ട ചൊക്ക പറഞ്ഞോ. എന്താ ഗോപിക്ക് ഇപ്പോഴും അടിയനോട് ഉള്ളിൽ സ്നേഹമുണ്ട്. ആദ്യം ഒന്നും വിസ്തരിക്കണ്ട. കേശവന് സമ്മതിച്ച വല്ല പനമ്പട്ട വെട്ടാനിട്ടോ നിന്നോ. എന്താ കേശവ? ഏതായാലും ശങ്കരനായർ അങ്ങനെ അടുക്കണ്ട. ഗോപിക്ക് കണ്ടുകൂടാ. സൂക്ഷിച്ചൊക്കെ മതിയിട്ടോ ശങ്കരനായരെ.